അല്ലേ നീ ആരാ നീ? I am Loki. ഫോട്ടോസ്റ്റാറ്റ് എന്റെ അമ്മോ. ബ്രോ എടാ എനിക്ക് തോന്നുന്നു കൊറിയർ അയച്ചു തരുവാടാ. നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രോ. എനിക്ക് തോന്നുന്നു കൊറിയർ അയച്ചു തരണേ പ്ലീസ്. എറണാകുളത്താണെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. ഒന്ന് കൊറിയർ അയച്ചു തരണേ പ്ലീസ്. അയ്യോ മറ്റേ എനിക്ക് വിജയിനെ പറയുമ്പോ വേറൊരു ചൊക്കുടിയനെയാണ് ഓർമ്മയാണ്. നമ്മുടെ നാട്ടിലൊരുത്തുണ്ട് ഒരു വെറുപ്പിക്കണ ഒരുത്തൻ. അവൻ ഒന്ന് മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് പലപ്പോഴും അവനത് പറയാൻ. ചൊക്കിടി എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് വിളിക്കുക, അല്ലാതെ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എന്നെ കളിയാക്കാൻ നിനക്കൊരു അധികാരമില്ല, അത് മനസ്സിലാക്കാം. നീ എന്ത് പറഞ്ഞ് എന്നെ ഇതാക്കുന്ന പറഞ്ഞു നീ കാരണം. ഇപ്പൊ എനിക്ക് എന്താ പറഞ്ഞാൽ പുറമേക്ക് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ ചീത്തപ്പേരുമാണ്. നാട്ടിലാണ് ഇവൻ. അപ്പൊ ചൊക്കടിയാൻ സ്വന്തം കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കട്ടോ, അല്ല ഇന്നല്ല പറയണ്ടേ. ചൊക്കടിയ നീ തന്നെയാണ്, മനസ്സിലായി. ഇവിടെ ചെസംബ്രോ ഇരുന്ന് അനങ്ങുന്ന നോക്കിയേ. നോക്കിക്കോളെ. പുറമേക്ക് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ ചീത്തപ്പേരുമാണ്. അപ്പൊ ചൊക്കടിയാൻ സ്വന്തം കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കട്ടോ, അല്ല ഇന്നല്ല പറയണ്ടേ. ചൊക്കടിയ നീ തന്നെയാണ്, എനിക്ക് മനസ്സിലായി. മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് പലപ്പോഴും അവനത് പറയണമെന്നുണ്ട്. എന്റെ വിജയണ്ണൻ, എന്റെ സ്വന്തം വിജയണ്ണൻ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുതുണ്ട്. എന്റെ പൊന്നെ അണ്ണ ഇവിടെ എന്തൊരു ക്രിഞ്ചാടാ നീ. ഷസാമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ അണ്ണൻ എന്ന് പറഞ്ഞാല് എന്റെ ഏട്ടനെ പോലെ, എന്റെ അച്ഛനെ പോലെ, എന്റെ മാമനെ പോലെ ഈ സാധനമാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂലടാ. നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുള്ളിനെ അങ്ങനെ ഒരു എല്ലാ സ്ഥാനത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരിക്കലും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല പുള്ളി, അത് നമുക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാം കണ്ടോ ഇത്? നിങ്ങൾ കണ്ടോ? ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ കടം മേടിച്ച കൊടുക്കും. അതേടാ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പറയാണ്ട് ബാസിഡാലോ പറയാനുണ്ട്. അതേടാ ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്മ്യൂൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ഒറ്റയടിക്ക് വന്നവനല്ലടാ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ. പിന്നെ എല്ലാരും ചാൻസ് വരുന്നതും തെണ്ടിയൊക്കെ തന്നെ അല്ലടാ സിനിമ വന്നത്. അതുപോലെ ഉള്ളൂ. പിന്നെ അല്ലാതെ ഐഡി കിട്ടി, ഐഡി റിവീൽഡ് ആണ് ഓൾറെഡി. ദിൽദിനേഷൻ 1 അതുണ്ട്, അതിനകത്ത് കുറെ ഉണ്ട്. എന്റെ ഇത് ഡിലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ ഒരു തരത്തിലും. അലൻജോസ് പെരേര ബ്രെയിൻ തലച്ചോറ് അലൻജോസ് പെരേര മരിച്ചതിന് ശേഷം ചെക്ക് ചെയ്യണം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലയാണ് അലൻജോസ് പെരേരയ്ക്കുള്ളത്. ബുദ്ധി കൂടിപ്പോയി കോമാളിത്തം കാണിക്കുന്ന ആളാണ് അലൻജോസ് പെരേര. ഇത് നമ്മൾ ടീമായി. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇവർ ഈ സോഷ്യൽ മീഡിയ കൂടെ ഭയങ്കര വാറൊക്കെ ഇവിടെ കിടക്കും കേട്ടോ, അങ്ങോട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അടുത്ത ദിവസം ഒരു സിനിമയുടെ റിലീസ് ഉണ്ട്, രണ്ടുപേരുടെ പപ്സ് നിന്ന് തിയേറ്ററിൽ നിൽക്കുന്ന കാണാം. സത്യോ? എല്ലാ ദിവസവും കാണുന്നതാണ്, എല്ലാ ദിവസവും. ഇവർ രണ്ടുപേരും അടുത്ത ദിവസം പപ്സ് കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് ഒരുമിച്ച്, അല്ലെങ്കിൽ ചായ കുടിച്ച് ഒരുമിച്ച്, ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും എപ്പോഴും. ഞാൻ അടുത്തതിൽ കയറിയേ, ഇത് കറക്റ്റ് എങ്ങനെ വരും എന്റെ ഉച്ചയിലെന്ന് ഞാൻ ആലോചിക്കണേ. 5 സ്റ്റാർ ഡേ ബൈ ഡേ. എസ്കേപ്പ് വാലന്റൈൻസ് ഡേ. സാധനം കിട്ടാനില്ല, സ്റ്റോക്ക് ഔട്ട്. ഈ വർഷം ഡയറി മിൽക്കിനേക്കാൾ കൂടുതൽ വിറ്റ് പോകാൻ പോകുന്ന സാധനം 5 സ്റ്റാർ ആയിരിക്കും കേട്ടാ. കിട്ടാനില്ല, ഇപ്പൊ തന്നെ കിട്ടാനില്ല സാധനം. 5 സ്റ്റാർ ഇല്ലേ? ഇല്ല, സ്റ്റോറിലൊന്നും ഇല്ല. അല്ല ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത് രണ്ടും കാഡ്ബറിയുടെ തന്നെയല്ലേ? അതെനിക്കറിയില്ല. അതെ 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 അതെ. എടാ കാഡ്ബറിയുടെ തന്നെയല്ലടാ ഡയറി മിൽക്കും. അവന്മാര് ഇത്ര നാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേക്ക് കപ്പിൾസ് മാത്രമേ മുട്ടായി മേടിക്കുള്ളായിരുന്നു. അവന്മാർ ഇങ്ങനെ ഒരു പരസ്യം കൊണ്ടുവന്നിട്ട് കപ്പിൾസും മേടിക്കും ഇവരും മേടിക്കും, രണ്ടും പൈസ എങ്ങോട്ട് പോണ്? പിന്നെ ബാക്കി ഇവന്മാരൊക്കെ ഇത് വീഡിയോ ചെയ്തിട്ട് ഇവർക്ക് സെയിലും കൂടും. ഏതാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ? റേഞ്ച് ബീറ്റ് ആയിരുന്നു അത്.
ഇതുപോലൊരു വണ്ടിപ്രാന്തരം നമുക്ക് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. 7000-ലധികം വണ്ടികളാണ് പുള്ളിയുടെ കാർ കളക്ഷൻസ് ഉള്ളത്. അതിൽ 600 റോൾസ് റോയ്സും. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് കൂടാതെ 450 ഫെറാറി, 350 ബെൻലി, 80 ബുക്കാട്ടി, 10 മെക്ലാറൻ F1, ലംബോഗിനി, അങ്ങനെ പോകുന്ന പുള്ളിയുടെ കാർ കളക്ഷൻസ്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളിനെ പിടികിട്ടി കാണും. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സുൽത്താൻ ഹസൻ അൽ ബോൾക്കിയ, സാക്ഷാൽ ബ്രൂണയുടെ സുൽത്താൻ. പുള്ളിയുടെ മൊത്തം വണ്ടിയുടെ വർത്ത് എന്ന് പറഞ്ഞാൽ $5 ബില്യൺ ആണ്. ഇതിൽ 90% വണ്ടികളും പുള്ളി ഓടിച്ചിട്ട് പോലുമില്ല. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടി ഓരോ ദിവസം ഓടിച്ചാലും 20 വർഷം എടുക്കും പുള്ളി ടോട്ടൽ വണ്ടി ഓടിച്ചു തീർക്കാൻ. എന്താ അല്ലേ? ഒരു വണ്ടിയിലല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ 2 വണ്ടി കയറി പോകാൻ പറ്റുമോ? മാമുക്കോയല്ലേ ഇതൊന്നും? മാമുക്കോയൊന്നുമല്ല ഇവിടെ. ഇത് പെട്ടെന്ന് ഫ്രെയിം പോയതുകൊണ്ട് തോന്നിയതാ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിയുടെ ഈ ആ വണ്ടി പറക്കി വിറ്റാൽ തന്നെ 10 തലമുറക്ക് ജീവിക്കാം. വേണ്ടാത്ത 2 വണ്ടി ഉണ്ടോ ചോദിക്കായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? വരുന്നവൻ ആരാണെന്ന് ബാസിന്റെ വണ്ടിയല്ലേ? ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരിക. ലോബ്സ്റ്റർ, ബാബ്സ്, ശിവയുടെ എല്ലാരും ബസ് എടുത്ത് കേട്ടാ. ബസ് എടുക്കണേ. നമുക്ക് ട്രക്ക് ഇറക്കാം. നമുക്കൊരു ബസ് എടുക്കാം. അതാവുമ്പോ നമുക്ക് ടിവിയുടെ ട്രിപ്പ് അല്ല, നമുക്ക് അതിൽ തന്നെ പോകാലോ. പിന്നെ ബ്രോ താങ്ക് യു സോ മച്ച്. നമുക്കും വേണ്ട ഇതുപോലെ ഒരെണ്ണം. William is Adrian Luna in this year's ISL. No! Luna fans ഉണ്ടോ അവിടെ? പുള്ളി ടീമിൽ പോയോ? ഈ വർഷം ഉള്ളോ? ഈ വർഷം ഉണ്ടോ? അപ്പൊ ഇപ്പൊ വരാൻ പോണ ISL ഉണ്ടോ? ഇല്ല അണ്ണാ, ഈ വർഷം ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലോട്ട് ലോൺ അയച്ചു. ലോണാ? നമുക്ക് അയക്കാം. നമുക്ക് പൈസ ഇല്ലാതെ അയക്കാം. പറയടാ, കേട്ടില്ല പറ. ഞാൻ കേട്ടില്ല. നിന്റെ സൗണ്ട് ഭയങ്കര കുറവാ. ലോൺ ഞാൻ ലൂണ പോയെന്ന് കേൾക്കുന്നത്. ഞാൻ ലോണൊന്നും കേട്ടില്ല. ലോൺ അങ്ങനൊക്കെ എടുക്കാൻ പറ്റുമല്ലേ? അല്ല പുള്ളി അപ്പൊ പുള്ളിയുടെ നാട്ടിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തതല്ലേ ശരിക്കും? അല്ല പിന്നെ പുള്ളി വാങ്ങിച്ച് ബൈ ചെയ്ത്. എന്നിട്ട് നമുക്ക് പൈസ ഇല്ലാത്തോണ്ട് പുള്ളിയെ ലോൺ നമുക്ക് പുള്ളി ഇവിടെ കളിപ്പിക്കാനുള്ള പൈസ ഇല്ല. ഓ അപ്പൊ ഈ വട്ടം ഇല്ല പുള്ളി. വിഷമിക്കട്ടെ, അടുത്ത വട്ടം വരും. കേരള ബ്ലാസ്റ്റേഴ്സിന് പൈസ ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കും. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ஆனா 2 பேருமே அந்த மியூசிக் டைரக்டர் கிட்ட நாங்க பாட்டு முடிஞ்சது சொன்னது என்னன்னா, எங்களுக்கு 1000 பாட்டுகள் கொடுக்க தேவையில்லை, இந்த மாதிரி ஒரு பாட்டு, ஒரு வருஷத்துக்கு ஒரு பாட்டு கொடுத்தீங்கன்னா போதும், அவ்வளவு அழகா பண்ணிருக்கீங்கன்னு சொல்லியிருக்கிறோம். അയ്യോ ഞാൻ ഈ റാപ്പിന് ഇതിനൊന്നും എതിരൊന്നും അല്ല കേട്ടോ. ഞാൻ എല്ലാം അടിച്ചുപൊളിപ്പാട്ട് റാപ്പും എല്ലാം കേൾക്കുന്ന ആളാണ്. ചന്ത വൈബൊന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യണ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്യാനാ. ഈ അടിച്ചുപൊളി പാട്ടിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കേട്ട് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വല്ലാത്ത ഫീലാണ്. ഇതൊന്നും കേട്ടാൽ തന്തവയൊന്നും ആവില്ല. നിങ്ങളൊക്കെ കേട്ടു നോക്കുക, അന്നേരം മനസ്സിലാവും. ഇങ്ങനെ കുറെ പാട്ടിനെ മിസ്സാക്കല്ലേ നമ്മുടെ വൺ ലാസ്റ്റ് ടൈം. என்னடா ஒன் லாஸ்ட் டான்ஸ்? ஓகேடா போடே. നിന്റെ അമ്മോ ആ മുടി കണ്ടിട്ട് തന്നെ
എന്റെ അമ്മോ Guys, ഇത് നോക്കിയ ഇത് സോറി. എടാ എന്തൊരു ഡീറ്റെയിലിംഗ് ആടാ ഇതിന്. ബ്രോ അടിപൊളി art_dreams കിടിലം മച്ചാ, കിടിലം ഒരു രക്ഷയില്ല പാട്ട്, കിടിലം ഒരു രക്ഷയില്ല. അണ്ണാ ഞാൻ എഴുതിയ ഈ പാട്ട് AI വോയിസ് ആണ് എന്നൊന്ന് റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഞാൻ വേറെയും പാട്ട് എഴുതുന്നുണ്ട് യൂട്യൂബിൽ. അയ്യോ പിരി മൊത്തത്തില് കുക്കർ, ഇത് കുക്കറിന് എന്റെ ചെവിന്ന് ബ്ലഡ് വരും. അയ്യോ ഇവൻ നമ്മളെ മൂഞ്ചിച്ചതാടാ. അശ്വിൻ റോഷ കൂട്ടുകാരെ ബാൻ ചെയ്ത് ഇതാ ഞാൻ ഓർത്തിനി അതിന്റെ ഇൻട്രോ വല്ലോ ആയിരിക്കും കേട്ടാ. അത് ചെവിന്ന് ചോര വന്നു, ചെവി പോയിന്ന് സത്യം. പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് റാഞ്ചി പറന്നു. കാസർഗോഡ് നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. എന്തൊക്കെയല്ലേ ഇതെന്താ അണ്ണാ. മാഞ്ചിന്റെ പെണ്ണിനെ ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവരുടെ കൂടെ ഒരാണുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാണ്. മഞ്ജു നിനക്കും പെണ്ണോ? മഞ്ജുവിന് പെണ്ണ് കിട്ടി, എന്നാൽ ഈ മഞ്ജു ആരാ? ഹായ് ഫ്രണ്ട്സ്, ചങ്കൂറ്റുണ്ടാ എന്റെ നെഞ്ചത്ത് പിള്ളേ എങ്ങനെ നോക്കണമെന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന് ആന്റെ ഓസാരം എനിക്ക് വേണ്ട, മനസ്സിലായ? എന്താ ഏട്ടാ പ്രശ്നം? നിങ്ങൾക്ക് ചങ്കൂറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഞങ്ങളാരും നോക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഇവനെ എങ്ങനെ നോക്കണം എനിക്കറിയാം. ചങ്കൂറ്റുണ്ടാ ചേട്ടാ തന്നെയാണല്ലോ. പിന്നെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ എന്തിനാണ് അത് ഇത് ചെയ്യുന്നത്? ആണല്ലേ, സൂപ്പർ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. നീ ഒരു വഴിപോക്കൻ. എല്ലാരും ഉണ്ടല്ലോ. ഒരു 2 lakh തരുമോ ഫീസ് അടയ്ക്കാൻ? ബ്രോ ചിലപ്പോ ടിവിയുടെ ഓഡിയൻസ് പണക്കാരായിരിക്കും, പക്ഷെ ഞാൻ പണക്കാരനല്ല. 2 ലക്ഷം രൂപയ്ക്ക് ഒറ്റയടിക്ക് എടുത്ത് തരാൻ ഞാൻ എവിടുന്ന് തരാനാ? എന്താ ഗോഡ് ഫാദർ സത്യം കറക്റ്റ് വാക്കുകൾ. ഇത് എന്ത് ഫിലിമാണ് ഇത്? എന്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാ അയ്യോ, ഇത് റീ റിലീസ് ഇറങ്ങിയിട്ടില്ലടാ. Let's go. ഇത് റീ റിലീസ് ഇറങ്ങിയിട്ടുണ്ടോ? ഇത് റീ റിലീസ് വന്നിട്ടുണ്ടോ? അറിഞ്ഞൂടാ അതിനെ പറ്റി ഏട്ടാ. ഉണ്ടോ ഇല്ലയോ ഒന്ന്? നോ അല്ലേ? ഓക്കെ ഇതൊക്കെ വന്ന